3 നൂറ്റാണ്ടുകളുടെ നീണ്ട കൊളോണിസത്തിൻ്റെയും പരാജയത്തിൻ്റെയും അപമാനത്തിന് ശേഷം പാശ്ചാത്യ ലോകത്തിൻ്റെ മേലൊരു കിഴക്കിൻ്റെ വിജയം ഉണ്ടാകണം എന്നുള്ള ഒരു ആശയത്തിൽ നിന്നാണ് ഇത് വരുന്നത്. തീർച്ചയായും കഴിഞ്ഞ 3 നൂറ്റാണ്ടുകളിലെ പാശ്ചാത്യാധിപത്യം തന്നെ ഒരു വ്യതിയാനമായിരുന്നുവെന്ന് നമുക്ക് വേണമെങ്കിൽ വാദിക്കാം. കാരണം ചരിത്രത്തിലുടനീളം ഇന്ത്യയും ചൈനയും ലോകത്തിലെ ഏറ്റവും വലിയ 2 സമ്പദ് വ്യവസ്ഥകളായിരുന്നു. എന്നിരുന്നാലും വ്യാവസായിക വിപ്ലവവും കൊളോണിസവും സമ്പത്തിനെയും അധികാരത്തെയും മാറ്റിമറിച്ചതിനാൽ പടിഞ്ഞാറൻ മേധാവിത്വം ഇല്ലാത്തൊരു ലോകം ഒരു തുടക്കം അല്ലാതായി തുടങ്ങി. അതായത് തീർച്ചയായും സോവിയറ്റ് യൂണിയൻ മുമ്പ് പാശ്ചാത്യാധിപത്യത്തെ വെല്ലുവിളിച്ചിട്ടുണ്ട്. പക്ഷേ ഒടുവിൽ ശീതയുദ്ധത്തിൽ അവർ തോറ്റു തുന്നമ്പാടി. അതിനുശേഷം ചരിത്രത്തിൻ്റെ ഭാഗമായി സോവിയറ്റ് യൂണിയൻ. തിരിഞ്ഞു നോക്കുമ്പോൾ സോവിയറ്റ് യൂണിയൻ ശീതയുദ്ധത്തിൽ തോൽക്കുമെന്ന് തോന്നുന്നു. അല്ലെങ്കിൽ കാരണം മിക്ക സോവിയറ്റ് റിപ്പബ്ലിക്കുകളും കാര്യമായ എന്തെങ്കിലും കൊണ്ടുവന്നതിന് പകരം റഷ്യയുടെ പിന്നിൽ സ്വതന്ത്രമായിട്ടുള്ള ഒരു തീരുമാനമുണ്ടായിരുന്നു. അതായത് RICയുടെ കാര്യത്തിൽ അങ്ങനെയല്ല. കാരണം ട്രോയ്ക്കയിലെ ഓരോ ഘടകവും അല്ലെങ്കിൽ സ്ട്രാറ്റജിക് ട്രയാങ്കിളിൻ്റെ ഓരോ ആർക്കും അതുല്യമായ കഴിവുകളും ശക്തികളും പട്ടികയിലേക്ക് കൊണ്ടുവരുന്നതാണ്.